ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ചർച്ച ചെയ്തു വന്നത് VD സവർക്കറെ പുകഴ്ത്തിയുള്ള ചോദ്യോത്തരം ഒരു ക്വിസ് മത്സരത്തിൽ, ഫ്രീഡം ക്വിസ് മത്സരത്തിൽ കാസർഗോഡ് വന്നതാണ്. ഇപ്പോഴിത് അത് വിവാദമായതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന വിവരം കൂടി വരികയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം AEOമാർ അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയുമായി ബന്ധമില്ലെന്നും സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരം എങ്ങനെ ഉൾപ്പെട്ടു എന്ന് പരിശോധിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ഇത് പ്രാദേശികമായ അവിടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ക്വിസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിലാണ് വളരെ അബദ്ധം നിറഞ്ഞ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മളാരും ഇങ്ങനെ തീർച്ചപ്പെടുത്തി വെച്ചിട്ടില്ലല്ലോ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടൻ മറ്റേ വൈദേശിക മേധാവിത്വത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങിയ നേതാവ് ആരാണ് എന്ന് ആരും എവിടെയും തീർച്ചപ്പെടുത്തി വെച്ചിട്ടില്ല. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. കുറേ ആളുകളുണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ. എന്നിട്ട് അതിന് ഇത്തരത്തിലൊരു ഉത്തരം ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അതാണ് ശരി ഉത്തരമെന്ന് പറയുന്നു. ഇതൊക്കെ വളരെ ബോധപൂർവമായി ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ്. ഏതായിരുന്നാലും അത് ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരാവുമല്ലോ, അധ്യാപകരാവുമല്ലോ. അതാരാണെന്ന് പരിശോധിക്കാൻ കൃത്യമായിട്ട് DGയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായ നടപടിയുണ്ടാവും. പിന്നെ ഇപ്പം നടന്ന ഈ ക്വിസ് മത്സരവും വിദ്യാഭ്യാസ വകുപ്പോ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. റഹീസ് റഷീദാണ്. റഹീസ്, അതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. ഏതായാലും അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ AEO അടക്കമുള്ള ഉദ്യോഗസ്ഥരാണല്ലോ ഇത് നൽകുന്നതിന് നിർദ്ദേശം നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിവാദ ചോദ്യം ഉൾപ്പെട്ട ആ ചോദ്യാവലി. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥർക്കും അറിഞ്ഞില്ല എന്ന വാദം ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ വിനീത AEOമാർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മനസ്സിലാക്കുന്നത്. കാരണം 6-ാം തീയതി ഇത് സംബന്ധിച്ച ചോദ്യം തയ്യാറാക്കിയത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അനൗദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP അനുകൂല അധ്യാപക സംഘടനയുടെ നേതാവാണ് ഇത്തരത്തിലൊരു ചോദ്യം തയ്യാറാക്കിയത്. ആ ചോദ്യം AEOമാർ വഴിയാണ് LP സ്കൂളുകളിലെ കുട്ടികളിലേക്ക് AEOമാർ വഴി, ടീച്ചർമാർ വഴി എത്തിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്നു മാത്രമല്ല, സാധാരണഗതിയിൽ ഈ പ്രാദേശികമായി നടക്കുന്ന കാര്യങ്ങളടക്കം, ഇപ്പോൾ ഒരു പ്രദേശത്തുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് നടത്തണമെങ്കിൽ തന്നെ അത് ശാസ്ത്ര ക്ലബ്ബാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് അവർക്കൊരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ ഇപ്പോൾ സ്വാതന്ത്ര്യദിനമൊക്കെ ആണെങ്കിൽ എന്തായാലും സംസ്ഥാനത്ത് ഇന്ന സ്കൂളിൽ ഇന്ന തരത്തിൽ അത് നടത്തണമെന്നൊക്കെ പറഞ്ഞൊരു കലണ്ടർ ഉണ്ടാവും. ആ കലണ്ടറിൽ ഈ തരത്തിലുള്ള ക്വിസ് ഇല്ലായിരുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ AEOമാരുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അടിയന്തരമായി ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകാനാണ് AEOമാർക്കും DOമാർ വഴി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടി ഉണ്ടാകും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്നുണ്ടാകും, നീണ്ടുപോകില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ശരി, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും